ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ്സുമാണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓൾറൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് എന്തെല്ലാമാണ്. കറണ്ട് സിറ്റുവേഷൻസ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. കറണ്ട് സിറ്റുവേഷൻ, ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, current situation, and what do they think about you right now. All right, yes, പ്രതീക്ഷ, ഹോപ്പ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ചിന്തകൾ ഈ റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടായിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റായ കാര്യമാണ്. ഈ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ശക്തമായിട്ടുള്ള പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് ഉള്ള ഒരു എനർജി നൽകുന്നു എന്നാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഓബ്സ്റ്റാക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ വളരെയധികം സ്റ്റക്കായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. അതായത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോരുന്നൊരു വ്യക്തിയുടെ മുന്നിലേക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ തടസ്സങ്ങൾ വന്നത് കാരണം മുന്നോട്ടുള്ള പാത്തിൽ എങ്ങനെയാണ് പോകാൻ കഴിയുക എന്നുള്ള ഡിസിഷനാണ്. പക്ഷേ അങ്ങനെ ഒരു തടസ്സം അവരുടെ മുന്നിൽ വന്നപ്പോഴും ആ ഒരു സ്റ്റെപ്പ് അവർ പിന്നിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതും നമുക്കിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് യെസ്, അവർ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് തടസ്സങ്ങൾ വന്നിരുന്നാലും ഏതെല്ലാം രീതിയിൽ അത് അവരെ അഫക്റ്റ് ചെയ്തിരുന്നാലും അവർ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷനിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് യെസ്, പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നാണ്. അതായത് മുന്നോട്ടുള്ള പാത എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവർ ആ ശക്തമായ ഡിസിഷനോട് കൂടി മുന്നോട്ട് പോകുന്നു. ഇത് റിപ്പീറ്റായിട്ട് ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത്. അവർ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നതായിട്ട് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, അതായത് ഇത്രയും നാളും ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഇല്ലാത്ത പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകാതെ ആ ഒരു എല്ലാം നിശ്ചലമായ ഒരവസ്ഥയിൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പേരിന് വേണ്ടി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സമയമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടു പേർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിച്ച് ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് കൂടുതലായിട്ട് ഉള്ളൊരു പ്രണയം നൽകുന്നു, അല്ലെങ്കിൽ ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് ലവ് എനർജിയുടെ ഫ്ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈ വ്യക്തി കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസസ് ആണ് കാണുന്നത്. അതുപോലെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഓൾമോസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കുന്നു, ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നേടിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വ്യക്തി കൈവരിച്ചിട്ടുണ്ടാവാം.
ആൻഡ് അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻസോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുക, ഈ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ട് ഇതൊരു സ്റ്റക്ക് എനർജിയിൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ ഇത് എൻ്റെ ആയി എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള മെസ്സേജ് വരുന്നുണ്ട്. ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കി തിരിച്ചു വരുന്നതായിരിക്കും. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുന്നൊരു സമയമാണ്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ട് ഫലമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ ഒരു സമയം നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു സമയം എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നെ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നിങ്ങൾ ഇത്രയും നാളും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നാലും നിങ്ങളായിരുന്നാലും, ഇപ്പോൾ 2 പേരുടെ എനർജീസ് വരുന്നത് കൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത്, 2 പേരായിരുന്നാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകുന്നൊരു മൊമെൻ്റാണിത്. ഓക്കെ, ആൻഡ് യെസ്, അവർ വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള എനർജീസ് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സൈലൻ്റായിട്ട് തന്നെ അവർ സഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആരുടെ മുന്നിലും അവർ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിലായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ സഹിക്കേണ്ടി വന്നു എന്നുള്ളത് അവർ നിങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും ഒരു ഒരു സൈലൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു ടൈമായിരുന്നു ആ വ്യക്തിക്ക് അവരുടെ ലൈഫിൽ കടന്നു വരുന്ന ഒരു ട്രോമ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാം. മേ ബി റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കില്ല, അവരുടെ ലൈഫിലെ കുറേ പ്രോബ്ലംസും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ കയറി വരുന്ന ഒരു സമയമാണ് ഇത്. ആൻഡ് അവരുടെ സിറ്റുവേഷൻസാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആൻഡ് അവർ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനി ഒന്നും വേണ്ട, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇനി എഫേർട്ട് എടുത്ത് തിരിച്ചു കൊണ്ടുവരേണ്ട എന്നൊക്കെയുള്ളൊരു ഡിസിഷൻ ആ വ്യക്തി എടുത്തിട്ടുണ്ടാവാം. ആൻഡ് യെസ്, പല കാര്യങ്ങളും പല സത്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലായിരുന്നാലും ഒരു ന്യൂ ബിഗിനിങ്, എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അതവർ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻറ്റ്യൂഷൻസ്, അതായത് ഇൻറ്റ്യൂഷൻസ് മാത്രമല്ല യൂണിവേഴ്സൽ സയൻസ് പലതും നിങ്ങൾ കാണുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കാം, വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്, ട്വിൻ ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ചേഞ്ച് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം. ആൻഡ് ദെൻ ഏതൊരു സമയത്തും അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് ഇപ്പോൾ ഇത്രയും നാളും എല്ലാ രീതിയിലും ആകെ തകർന്നിട്ടുള്ളൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ആയിരിക്കും. 2 പേർക്കും സെയിം സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പക്ഷേ ആ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൊമെൻ്റാണിത്. ഓക്കെ, ആ ഒരു മൊമെൻറ്റിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഉറ്റു നോക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് സംഭവിക്കുന്നത്. തേർഡ് പാർട്ടി എനർജീസൊക്കെ ഒരുപാടുള്ള റിലേഷൻഷിപ്പുകളുണ്ട്. നിങ്ങൾ കൂടാതെ മറ്റു ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളുണ്ട്. ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. മുന്നോട്ടുള്ള ഓരോ സിറ്റുവേഷനിലും അവർക്ക് ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തു, ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനവർക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായി എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് അവർക്ക് ആ ഒരു പാഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അത്രയും പാഷനേറ്റ്ലി ദേ ലവ് യു എന്നുള്ളതാണ്. അത്രയും ഡീപ്പായിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ പ്രണയം, ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള എന്തൊന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അവർ അത്രയും സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്നുള്ളതാണ്. ആൻഡ് അതിനായിട്ട് തന്നെ അവർ നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആൻഡ്
യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഇനി റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ഇനി മുന്നോട്ട് ഇനി ഒന്നും സംഭവിക്കില്ല, ഈ റിലേഷൻഷിപ്പ് ഇതോടെ അവസാനിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ഓർത്തോളൂ, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ഉടനെ തന്നെ അതിനുള്ള പോസിറ്റീവായിട്ടുള്ള സൈൻസ് നിങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. അതുവരെയും ബൈ ബൈ.